നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 59 നാലാമത്തെ ചോദ്യമാണ് ചെയ്തു തീർത്തിയത് അല്ലേ. ഇനി നമുക്കതിൽ 2 ചോദ്യങ്ങൾ കൂടിയുണ്ട്. 5ാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ഇവിടെ നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. അതിൽ 2 സ്ക്വയറുകളുണ്ട് അല്ലേ. അതിൻ്റെ ചുറ്റളവ് ഏരിയ നമുക്ക് തന്നിട്ടുണ്ട്. ഒന്ന് 50 സെൻറ്റിമീറ്റർ സ്ക്വയർ, അടുത്തത് 18 സെൻറ്റിമീറ്റർ സ്ക്വയർ. അതിൻ്റെ ഇടയിലായിട്ട് അല്ലെങ്കിൽ കൂട്ടിമുട്ടിച്ചപ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് ഒരു ത്രികോണം വന്നിട്ടുണ്ട്. അതൊരു മട്ട ത്രികോണമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? ഈ മട്ട ത്രികോണത്തിൻ്റെ 3ാമത്തെ വശത്തിൻ്റെ നീളം കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ഈ മട്ട ത്രികോണത്തിൻ്റെ ചുറ്റളവും കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ 3ാമത്തെ വശത്തിൻ്റെ നീളം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം, ഇവിടെ ഒരു സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഈ സ്ക്വയറിൻ്റെ ഒരു ഭാഗമാണ് ഈ വശം, അതുകൊണ്ട് നമുക്ക് ഈ വശം കിട്ടും. അതുപോലെ തന്നെ ഈ സ്ക്വയറിൻ്റെ ഭാഗമാണ് ഈ വശം കിട്ടും. അത് കഴിഞ്ഞിട്ടുള്ള 3ാമത്തെ വശം ഇതാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ നീളം കണ്ടുപിടിക്കണം. മാത്രമല്ല നമുക്കെന്ത് വേണം? ഇതിൻ്റെ ചുറ്റളവും. അപ്പോൾ നമ്മൾ എന്ത് വേണം? ഈ 3 വശങ്ങളുടെ നീളവും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ തന്നെ പെട്ടെന്ന് കത്തും അല്ലേ. ഇത് സ്ക്വയർ നമുക്കറിയാം, ഏരിയ തന്നിട്ടുണ്ട്. ഏരിയ തന്നിട്ടുണ്ട്, നമുക്ക് ഒരു വശത്തിൻ്റെ നീളം കണ്ടുപിടിക്കാം. ഇതിൻ്റെ ഏരിയ തന്നിട്ടുണ്ട്, ഈ വശത്തിൻ്റെ നീളം കണ്ടുപിടിക്കാം അല്ലേ. പിന്നെ നമുക്കപ്പോൾ ഇത് മട്ട ത്രികോണമാണ്. ഈ 2 വശങ്ങളും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഈ വശത്തിൻ്റെ നീളം പൈത്തഗോറസ് സിദ്ധാന്തം ഉപയോഗിച്ച് അതും കണ്ടുപിടിക്കാം. പിന്നെ 3 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പെരിമീറ്ററായി. അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കൊന്ന് ചെയ്തു കൊടുക്കാം. ആദ്യം എന്താണ്? നമുക്ക് ഇതിൻ്റെ ഏരിയ തന്നിട്ടുണ്ട് അല്ലേ. വലിയ സ്ക്വയറിൻ്റെ ഏരിയ നമുക്ക് തന്നിട്ടുണ്ട് 50 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ അതൊന്ന് ആദ്യം എഴുതാം. ഏരിയ ഓഫ് ലാർജർ സ്ക്വയർ എത്രയാണ്? 50. ഏരിയ എന്ന് പറയുന്ന നീളം ഇൻറ്റു വീതി അല്ലേ. എ ഇൻറ്റു എ സ്ക്വയർ, അതായത് എ സ്ക്വയർ ആണ് 50. അപ്പോൾ എ എത്ര വരും? √50. അപ്പോൾ √50 നമുക്ക് റൂട്ടില്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? ഇതിനെ മാറ്റി എഴുതാം. 50 എങ്ങനെ മാറ്റി എഴുതാം? 25 ഇൻറ്റു 2 50 അല്ലേ. അപ്പോൾ 25 ഇൻറ്റു 2 50. അപ്പോൾ 25 ഒരു എന്താണ്? വർഗ്ഗമാണ് അല്ലേ. അപ്പോൾ അതായത് √25 നമുക്ക് 5, √25 5ആണ്. പിന്നെ ഏതാ ബാക്കിയുള്ളത്? √2. അപ്പോൾ നമുക്ക് ഈ സ്ക്വയറിൻ്റെ വശങ്ങളുടെ നീളം കിട്ടി. എത്രയാണ്? 5√2. അപ്പോൾ ഈ ത്രികോണത്തിൻ്റെ ഈ വശം, അതായത് 90ക്ക് ഓപ്പോസിറ്റുള്ള വശം നമുക്ക് നീളം കിട്ടി. എത്ര? 5√2 കർണം അല്ലേ. 5√2 കിട്ടി. ഇനി നമുക്ക് ചെറിയ സ്ക്വയറിലേക്ക് ഒന്ന് കിടക്കാം. അപ്പോൾ എഴുതാം ഏരിയ ഓഫ് സ്മോളർ സ്ക്വയർ എത്രയാണ്? 18 സെൻറ്റിമീറ്റർ. അതായത് നീളം ഇൻറ്റു നീളം അല്ലേ. എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 18. അങ്ങനെയാണെങ്കിൽ എ ഈസ് ഈക്വൽ ടു √18. ആ 18ന് വർഗ്ഗമൂല്യമില്ല നമുക്കറിയാം, അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? ഇതിനെ മാറ്റി എഴുതാം. √18 എന്ന് പറഞ്ഞാൽ 9 ഇൻറ്റു 2 ആണ് 18 അല്ലേ. അപ്പോൾ 9 ഇൻറ്റു 2. അപ്പോൾ ഇവിടെ നമുക്ക് എയുടെ വില എത്ര കിട്ടി? √9 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3. ഇനി ബാക്കി എന്താ ഉള്ളത്? √2. അപ്പോൾ 3√2 എന്ന് കിട്ടി. ഏതിൻ്റെ നീളം? ഈ സ്ക്വയറിൻ്റെ വശത്തിൻ്റെ നീളം. അപ്പോൾ 3√2. അതായത് ഈ ത്രികോണത്തിൻ്റെ അപ്പോൾ ഈ വശവും 3√2. അപ്പോൾ നമുക്ക് ഈ ത്രികോണത്തിൻ്റെ 2 വശം, മട്ടത്രികോണമാണ്, 2 വശങ്ങളുടെ നീളം കിട്ടിക്കഴിഞ്ഞാൽ 3ാമത്തെ വശം കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ ഇതാണ് കർണം കേട്ടോ. 90ക്ക് ഓപ്പോസിറ്റ് വശം ഇതാണ് കർണം, ഇത് പാദവും ഇത് ലംബവും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊന്നും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ഈ ത്രികോണം ഇപ്പം ഇങ്ങനെ ഒന്ന് വരയ്ക്കുകയാണെങ്കിൽ എന്ത് വരും? ഇതാണ് നമ്മുടെ ത്രികോണം, മട്ടത്രികോണം. ഇതാണ് ഈ ത്രികോണം അല്ലേ. അപ്പോൾ ഇവിടെ 5√2 ഇത് കർണം, ഇവിടെ 3√2 ഇത് നമ്മൾ കണ്ടുപിടിക്കണം. ഇതാണ് ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ള 3ാമത്തെ വശം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇത് നമുക്ക് ബേസ് ആക്കി എടുക്കാം, അല്ലെങ്കിൽ ഹൈറ്റ് ആയിട്ട് എടുക്കാം. ഏത് വേണമെങ്കിലും എടുത്തോ, ഏത് എടുത്താലും കുഴപ്പമില്ല. കാരണം കർണം ഇത് തന്നെയാണ് അല്ലേ, കർണത്തിന് മാറ്റില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ബേസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് വരും? കർണത്തിൻ്റെ സ്ക്വയർ, അതായത് 5√2 ബ്രാക്കറ്റ് ഇടുക, കാരണം 5√2 ഉണ്ട്, മൈനസ് ഇതിൻ്റെ സ്ക്വയർ അല്ലേ,
3√2². അപ്പോൾ 5√2 സ്ക്വയർ, 5ന്റെ സ്ക്വയർ എത്രയാണ്? 25. ഇനി √2ന്റെ സ്ക്വയർ എത്രയാണ്? 2 തന്നെ അല്ലേ? 2 തന്നെ. ആ സംശയമുണ്ട്. അതെപ്പോഴും ശ്രദ്ധിക്കുക. അങ്ങനെ വന്ന്, അതായത് ഒരു സംഖ്യയുടെ റൂട്ടിൻ്റെ സ്ക്വയർ ആ സംഖ്യ തന്നെയായിരിക്കും. ഇപ്പം 2ന്റെ റൂട്ടിൻ്റെ സ്ക്വയർ എപ്പോഴും ആ സംഖ്യ തന്നെ ആയിരിക്കും. മനസ്സിലായില്ല? അതായത് ഇപ്പം 5ന്റെ റൂട്ട് അതിൻ്റെ സ്ക്വയർ കാണണം. അപ്പം √5ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? √5 ഇൻറ്റു √5 അല്ലേ? √5നെ 2 പ്രാവശ്യം ഗുണിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എത്ര വന്നു? √5 ഇൻറ്റു √5 എത്ര വന്നു? 25. √25. √25 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 അല്ലേ? അപ്പം അതായത് ഒരു സംഖ്യയുടെ റൂട്ടിൻ്റെ സ്ക്വയർ എപ്പോഴും എന്തായിരിക്കും? ആ സംഖ്യ തന്നെ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ √2ന്റെ സ്ക്വയർ എത്രയാണ്? 2 അല്ലേ? അപ്പോൾ 25 ഇൻറ്റു 2 മൈനസ്, ഇനി 3ന്റെ സ്ക്വയർ എത്രയാണ്? 9. √2ന്റെ സ്ക്വയർ 2. അപ്പോൾ 25 ഇൻറ്റു 2 എത്രയാണ്? 50. മൈനസ് 9 ഇൻറ്റു 2 എത്രയാണ്? 18. അപ്പോൾ 50 മൈനസ് 18 എത്രയാണ്? 32. അപ്പോൾ ബേസിൻ്റെ സ്ക്വയർ കിട്ടി 32. അങ്ങനെയാണെങ്കിൽ ബേസ് എത്ര വരും? √32 അല്ലേ? സ്ക്വയറാണ് 32. അപ്പോൾ ബേസ് എന്ന് പറഞ്ഞാൽ √32. √32ന്റെ റൂട്ടില്ല. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? ഇതിനെ ഘടകങ്ങളാക്കി എഴുതാം. അപ്പോൾ എങ്ങനെ എഴുതും? 16 ഇൻറ്റു 2 ആണ് 32 അല്ലേ? 16 ഇൻറ്റു 2. അപ്പോൾ നമുക്കിവിടെ 16നെ എങ്ങനെ എഴുതാം? √16നെ 4 അല്ലേ? √16 4 ബാക്കി √2. അപ്പോൾ നമുക്ക് 4√2 ഏത് കിട്ടി? ഈ ബേസ് എന്ന് പറഞ്ഞാൽ ഈ വശം കിട്ടി അല്ലേ? ഇതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് മൂന്നാമത്തെ വശം എത്രയാണെന്ന്. അപ്പോൾ എത്ര കിട്ടിയത്? 4√2. അപ്പോൾ ആദ്യം ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടി. മട്ടത്രികോണത്തിന്റെ മൂന്നാമത്തെ വശത്തിന്റെ നീളം എത്രയാണ്? 4√2 സെന്റിമീറ്റർ. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഈ മട്ടത്രികോണത്തിന്റെ പെരിമീറ്റർ അല്ലേ? പെരിമീറ്റർ കണ്ടുപിടിക്കണം. അപ്പോൾ എഴുതാം പെരിമീറ്റർ. ചുറ്റളവ് എത്ര വരും? 3 വശം കൂടി കൂട്ടണം അല്ലേ? അപ്പോൾ ഏതൊക്കെ വശം? 5√2 പ്ലസ് 4√2 പ്ലസ് 3√2. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാറുള്ള പോലെ തന്നെ എന്ത് ചെയ്യാം? ഓരോന്നിനെയും 2√2 കൊണ്ട് ഗുണിച്ച് 3 പ്രാവശ്യം ഗുണിക്കണം. പിന്നെ അവ കൂട്ടണം. അതിനൊന്നും നിൽക്കണ്ട. അങ്ങനെ ചെയ്യേണ്ടവർ അങ്ങനെ ചെയ്തോളൂ. അതിനേക്കാൾ എളുപ്പം എന്താണ്? √2 കോമൺ ആണ് അല്ലേ? അപ്പോൾ √2നെ നമ്മൾ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്ത് വന്നു? ഇവിടെ 5 പ്ലസ് ഇവിടെ 4 പ്ലസ് ഇവിടെ 3. അതായത് √2 ഇൻറ്റു 5 4 9 3 12. അപ്പോൾ 12 ഇൻറ്റു √2 കണ്ടാൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഓരോന്നിനും √2 കൊണ്ട് ഗുണിച്ചിട്ട് കൂട്ടാൻ നിൽക്കണം. അങ്ങനെ ചെയ്യേണ്ടവർ അങ്ങനെ ചെയ്തോളൂ, കുഴപ്പമില്ല. നിങ്ങൾക്ക് ഏതാണ് സൗകര്യം അതനുസരിച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് 12 ഇൻറ്റു √2ന്റെ വില എത്രയാണ്? 1.414. അപ്പോൾ ആദ്യം നമ്മൾ പോയിന്റ് കളഞ്ഞിട്ട് ഗുണിക്കുക. അതായത് 14 അല്ലേ? ഇൻറ്റു 12 ഗുണിച്ചിട്ടിടുക. ഗുണിച്ചിടുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ആൻസർ എന്ത് വേണം? 1 2 3 സ്ഥാനം നീക്കിയിട്ട് കുത്തിട്ടാൽ മതി. അപ്പോൾ ഒന്ന് ഗുണിച്ച് നോക്കിയേ. അപ്പോൾ ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം എത്രയായിരിക്കും? 16.968. അപ്പോൾ 16.968 കിട്ടുക. അപ്പോൾ നമ്മൾ 3 സ്ഥാനം ഇവിടെ അല്ലേ? 3 സ്ഥാനം നീക്കി കുത്തിടുമ്പോൾ 16.968. ഇത് പെരിമീറ്റർ ചുറ്റളവാണ്, അതുകൊണ്ട് സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ 1.414 അല്ലേ? ഈ 4 എടുത്തില്ലെങ്കിൽ ഉത്തരത്തിൽ ചെറിയ വ്യത്യാസം വരും. അവരുടെ ഉത്തരം 9.6 ഉണ്ടാവില്ല, 9.5 അല്ലെങ്കിൽ 4 ഒക്കെ ആയിരിക്കും. മനസ്സിലായ? അപ്പോൾ ഇതാണ് കൂടുതൽ കൃത്യമായ ഉത്തരം. ഇനി ഇവിടെ നമുക്കൊരു എളുപ്പപ്പണി ഉണ്ട് യഥാർത്ഥത്തിൽ. പക്ഷെ ഞാനത് പറയാഞ്ഞിട്ടാണ്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കൺഫ്യൂഷൻ വരും. ഇവിടെ നമ്മൾ നോക്കിയാൽ ഈ ബേസിൻ്റെ സ്ക്വയർ അല്ലേ? അതായത് ഇത് നമ്മൾ കണ്ടുപിടിച്ചു. എങ്ങനെയാണ്? ബേസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഈ സ്ക്വയർ ഇതിൻ്റെ 5.2ന്റെ സ്ക്വയർ മൈനസ് 3.2ന്റെ സ്ക്വയർ അല്ലേ? ഇങ്ങനെ നമ്മൾ മൈനസ് ചെയ്തു. പിന്നെ നമ്മൾ അതിൻ്റെ സ്ക്വയർ കണ്ടിട്ടൊക്കെ എഴുതി അല്ലേ? ശരിക്കും അതിൻ്റെ ആവശ്യമില്ല. എന്തുകൊണ്ടാണ്? ഇവിടെ നമുക്ക് ഇതിൻ്റെ വശത്തിൻ്റെ നീളം 5.2 വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ 5.2ന്റെ സ്ക്വയർ മൈനസ് ഈ വശത്തിൻ്റെത് 3.2ന്റെ സ്ക്വയർ ഇട്ടത്.
പക്ഷെ ഇതിൻ്റെ സ്ക്വയർ എത്ര നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്, 50 തന്നിട്ടുണ്ടല്ലേ. ഈ സ്ക്വയറിൻ്റെ ഏരിയ 50 തന്നിട്ടുണ്ട്. ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, വശം ഇൻറ്റു വശം അല്ലേ. അതായത് ഇതിൻ്റെ സ്ക്വയർ ഇതാണ് ഒരു വശം. അപ്പം ഇതിൻ്റെ സ്ക്വയർ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്, എത്രയാണെന്ന്, 50 ആണെന്ന് തന്നിട്ടുണ്ട്. ഇതിൻ്റെ സ്ക്വയർ നമുക്ക് 18 ആണെന്ന് തന്നിട്ടുണ്ട് കേട്ടാ. അപ്പം നമുക്ക് ഇവിടെ ശരിക്കും പറഞ്ഞാൽ എന്ത് മതി, ഇതിന് പകരം ഇങ്ങനെ ചെയ്യുന്നതിന് പകരം 50 മൈനസ് 18 ഇട്ടാൽ മതി കേട്ടോ. അതന്നെ നമുക്ക് അവസാനം തന്നെ അതിൽ തന്നെ നമ്മൾ എത്തി. പക്ഷേ ഞാനത് ഇടാഞ്ഞത് എന്താണ്, നിങ്ങൾക്ക് അവിടെ ചെറിയ കൺഫ്യൂഷൻ വരണ്ട എന്ന് ഉദ്ദേശിച്ചിട്ട് നാം ചെയ്യാറുള്ള അതേ രൂപത്തിൽ തന്നെ ചെയ്തു പോയത്. അപ്പോൾ അത് മനസ്സിലായൊരു എന്ത് ചെയ്യാം, അങ്ങനെ ചെയ്യാം. 5√2² മൈനസ് 3√2² കഴിഞ്ഞാൽ 5√2² എത്ര, ഡയറക്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് 50. അപ്പോൾ നമുക്ക് ഈ സ്റ്റെപ്പ് ഒഴിവാക്കാം, 50 മൈനസ് 18 ഇട്ട് ചെയ്യാം. മനസ്സിലായില്ലേ? അപ്പോൾ അത് കൺഫ്യൂഷൻ ഉള്ളവർ അത് ഒഴിവാക്കിക്കോ, ഇതേ രൂപത്തിൽ തന്നെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ചോദ്യത്തിൽ ചോദിച്ച 2 ചോദ്യങ്ങൾക്ക് ഉത്തരമായി അല്ലേ. ഒരു വശത്തിൻ്റെ നീളം ചോദിച്ചു, പിന്നെ അതിൻ്റെ പെരിമീറ്റർ. അതിന് വേണമെങ്കിൽ നമുക്ക് നോക്കിയാൽ ഇത് നമ്മൾ ഒരു വശത്തിൻ്റെ നീളം അവർ ചോദിച്ചതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ 4√2 വേണമെങ്കിൽ നമുക്ക് 4 ഇൻറ്റു √2 വാല്യൂ ഒന്നിട്ട് ഗുണിച്ചിട്ടോളും. അതായത് 1.414 ഇട്ടൊന്ന് ഗുണിച്ചിട്ട് ഉത്തരം എഴുതാം കേട്ടോ. ആ നീളം പ്രത്യേകം എടുത്ത് ചോദിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഞാൻ അത് ഗുണിച്ചിട്ടോളാൻ പറഞ്ഞത്, അല്ലേ നമുക്ക് ഇങ്ങനെ തന്നെ ഇട്ടാൽ മതി. അപ്പോൾ ഇതെന്താണ്, ലെങ്ത് ഓഫ് ദി തേർഡ് സൈഡ് അല്ലേ, ലെങ്ത് ഓഫ് ദി തേർഡ് സൈഡ്. മൂന്നാമത്തെ വശത്തിൻ്റെ നീളവും കിട്ടി, നമുക്ക് പെരിമീറ്ററും കിട്ടി. മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത ചോദ്യം ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ 6ാമത്തെ ചോദ്യം അല്ലേ. ഇവിടെ എന്താണ്, നമുക്ക് കുറച്ച് ജോഡികൾ തന്നിട്ടുണ്ട്, പെയർ ഓഫ് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അതിൻ്റെ പ്രൊഡക്റ്റുകൾ നാച്ചുറൽ നമ്പർ ആണോ അതോ ഫ്രാക്ഷൻ ആണോ എന്നാണ് നാം കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ആദ്യത്തെ ജോഡി തന്നിട്ടുള്ളത് √3ഉം √12 ആണ്. അപ്പോൾ ഇവ തമ്മിൽ ഗുണിച്ചിട്ട് കിട്ടുന്ന ഉത്തരം എന്താണെന്ന് നോക്കണം. നാച്ചുറൽ നമ്പർ അതായത് എണ്ണൽ സംഖ്യയാണോ അതല്ലെങ്കിൽ ഫ്രാക്ഷൻ ഭിന്നസംഖ്യയാണോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. അത്രയേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തേത് √3 √12 അല്ലേ. അപ്പോൾ നമുക്കൊന്ന് ഗുണിച്ച് നോക്കാം. √3 ഇൻറ്റു √12 എത്ര വരും, ഗുണിച്ചു കഴിഞ്ഞാൽ 12 ഇൻറ്റു 3 എത്രയാണ്, 36 അല്ലേ. അപ്പോൾ നമുക്ക് √36 36ന്റെ റൂട്ട് എത്രയാണ് നമുക്ക് കൃത്യമായിട്ട് അറിയാം അല്ലേ. 6 ഇൻറ്റു 6 ആണ് 36 അല്ലേ. അപ്പോൾ നമുക്കവിടെ കൃത്യമായിട്ടൊരു ഉത്തരം കിട്ടി 6. അപ്പോൾ 6 എന്താണ്, ഒരു നാച്ചുറൽ നമ്പർ ആണ് അല്ലേ, എണ്ണൽ സംഖ്യയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം, ഇത് ഒരു എണ്ണൽ സംഖ്യയാണ്, ഇതൊരു നാച്ചുറൽ നമ്പർ ആണ്. അപ്പോൾ ഇതൊരു എന്താണ്, നാച്ചുറൽ നമ്പർ. നാച്ചുറൽ നമ്പർ ആണ്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. രണ്ടാമത് ഏത് തന്നിട്ടുള്ളത്, രണ്ടാമത്തെ ജോഡി √3 √1.2. ശ്രദ്ധിക്കുക, 1.2. അപ്പോൾ നമുക്കൊന്ന് ഗുണിച്ച് നോക്കാം. √3 ഇൻറ്റു √1.2 എന്ത് വരും, നമുക്ക് ഗുണിച്ചിട്ടാണ് അല്ലേ. 12 ഇൻറ്റു 3 നമുക്കറിയാം 36 ആണെന്ന് അറിയാം. അപ്പോൾ അതുകൊണ്ട് 36. ഇനി എന്താണ്, ഇവിടെ 1.2 അല്ലേ. അപ്പോൾ നമ്മൾ ഒരു സ്ഥാനം നീക്കി ഇങ്ങനെ പോയിന്റ് ഇടണം. അപ്പോൾ ഇവിടെ നിന്ന് ഒരു സ്ഥാനം നീക്കി പോയിന്റ് ഇട്ടാൽ 3.6 എന്ന് വന്നു. അപ്പോൾ √3.6 ആണ് നമുക്ക് കിട്ടിയത്. ഇത് 36 ആണെങ്കിൽ നമുക്ക് 6 എന്ന് എഴുതായിരുന്നു അല്ലേ. ഇവിടെ പോയിന്റ് വന്നു, അത് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും 6 കൊണ്ട് ഗുണിച്ച 6 ഇൻറ്റു 6 ആണ് 36 അല്ലേ. അപ്പോൾ നമുക്ക് 6ന് ഏതെങ്കിലും തരത്തിലൊന്ന് പോയിന്റ് ഇട്ട് വയ്ക്കാമല്ലോ. ഈ 3.6 കിട്ടുമോ, അങ്ങനെ നോക്കി നോക്കാം നമുക്ക്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്ക് നോക്കാം, 0.6 ഇൻറ്റു 0.6 ഇട്ട് ഗുണിച്ച് നോക്കിയാൽ അപ്പോൾ എത്ര വരാം, 6 ഇൻറ്റു 6 36 വന്നു അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഒരു പോയിന്റ് ഇവിടെ, ഒരു പോയിന്റ് ഇവിടെ, അപ്പോൾ മൊത്തം 2 പോയിന്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ 1 2 സ്ഥാനം നീക്കി കുത്തരണം. അതായത് എത്ര വരും ഇവിടെ, 0.36 എന്ന് വരും. ഇവിടെ അങ്ങനെയാണോ, 3.6 ആണ്. അപ്പോൾ നമുക്ക് 6 എന്നും പറയാൻ പറ്റില്ല, 0.6 എന്നും പറയാൻ പറ്റില്ല. പിന്നെ ഏതാണ്, അതായത് ഇതിനെ നമുക്ക് എന്ത് പറ്റില്ല, ഇതിന് വർഗ്ഗമൂലം ഇല്ല അല്ലേ. അതായത് ഇതിനെ ഒരു ഫ്രാക്ഷനായിട്ട് നമുക്ക് എഴുതാൻ പറ്റില്ല. അപ്പോൾ ഇതെന്ത് എഴുതാം, ഇതൊരു ഫ്രാക്ഷനും അല്ല, ഒരു നാച്ചുറൽ നമ്പറും അല്ല. അപ്പോൾ അത് മനസ്സിലായില്ലേ. ഇനി നമുക്ക് മൂന്നാമത്തെ ജോഡി ഏതാണെന്ന് നോക്കിയേ. √5 √8 √8 ഒന്ന് ഗുണിച്ച് നോക്കാം. √5 ഇൻറ്റു √8 എത്ര വരും,
8 5 40. റൂട്ട് 40. 40 റൂട്ട് ഉണ്ടോ? നമുക്കറിയാം 6 × 6 36 അല്ലേ? 6 × 6 36, 7 × 7 49 അല്ലേ? ഇവിടെ റൂട്ട് 40 റൂട്ടില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇതിന് റൂട്ടില്ല. ഇതിനെ നമുക്ക് ഫ്രാക്ഷനായിട്ട് എഴുതാനും പറ്റില്ല. അപ്പം ഇതും നമുക്ക് എന്തെന്ന് പറയാം? ഒരു നാച്ചുറൽ നമ്പർ അല്ല, ഇതൊരു ഫ്രാക്ഷനും അല്ല. ഇനി നമുക്ക് നാലാമത്തെ എന്താണെന്ന് നോക്കിയാൽ, നാലാമത്തെ ജോഡി തന്നിട്ടുള്ളത് റൂട്ട് 0.5 പിന്നെയോ റൂട്ട് 8. ഇതാണ് ജോഡി. അപ്പോൾ നമുക്കൊന്ന് ഗുണിച്ച് നോക്കാം. റൂട്ട് 0.5 ഇൻറ്റു റൂട്ട് 8 സീക്വൽ ടു എന്ത് വരും? റൂട്ട് 8 × 5 എത്രയാണ്? 40 അല്ലേ? 40. ഇനി എത്ര പോയിന്റ് ഉണ്ട്? ഒരു പോയിന്റ് അല്ലേ? അപ്പോൾ ഒരു സ്ഥാനം നീക്കി കുത്തിരണം. അപ്പോൾ എന്ത് വരും? 4 പോയിന്റ്, അതായത് നമുക്ക് കിട്ടിയത് 4.0 എന്ന് വരും. അതായത് 4.0 എന്ന് പറഞ്ഞാൽ 4 തന്നെ അല്ലേ? അപ്പോൾ റൂട്ട് 4 എത്രയാണ്? റൂട്ട് 4 വാല്യൂ ഉണ്ട്, എത്രയാണ്? 2. അപ്പോൾ ഇതെന്താണ്? 2 ഒരു നാച്ചുറൽ നമ്പറാണ്. അപ്പോൾ 2 ഒരു നാച്ചുറൽ നമ്പറാണ്. ഇനി നമുക്ക് അഞ്ചാമത്തെ നോക്കിയാൽ ഏതാണ് ജോഡി? റൂട്ട് 7/1/2 പിന്നെ റൂട്ട് 3/1/3. ഇതാണ് 2 ജോഡികൾ. ഇത് മിശ്രഭിന്ന രൂപത്തിലാണ് അല്ലേ? അതായത് മിക്സഡ് ഫ്രാക്ഷനാണ്. അപ്പോൾ ഇതിനെ നാം എന്ത് ചെയ്യണം? നമുക്കറിയാം, ഇത് നമ്മൾ വിഷമഭിന്നത്തിലേക്ക് മാറ്റും അല്ലേ? അപ്പോൾ നമുക്കിതിനെ രണ്ടിനെയും നമുക്ക് വിഷമഭിന്നത്തിലേക്ക് ഒന്ന് മാറ്റാം. അപ്പോൾ എങ്ങനെ മാറ്റുന്ന അറിയാലോ? ഇപ്പോൾ നമുക്ക് 7/1/2 എങ്ങനെയാണ് മാറ്റാം? അറിയാത്തവർ ഇതൊന്നും ഓർക്കുക. ഇവർ തമ്മിൽ ഗുണിക്കുക, അതിൻ്റെ കൂടെ ഇത് കൂട്ടുക അല്ലേ? അതായത് 7 × 2 14, 14ൻ്റെ കൂടെ 1 കൂട്ടുക 15 ബൈ ഇതെന്നെ അങ്ങോട്ട് എടുത്തെഴുതിയാൽ മതി 2. ഇനി 3/1/3 3/1/3 ഇവർ തമ്മിൽ ഗുണിക്കുക, അതിൻ്റെ കൂടെ ഇത് കൂട്ടാം. അപ്പോൾ എന്ത് വരും? 3 × 3 9, 9 1 10, 10 ബൈ അടിയിലൂടെ ഏതാണ്? 3. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് മാറ്റി എഴുതാം. 7/1/2 റൂട്ട് 7/1/2 എന്ത് എഴുതാം? 15/2 എന്ന് എഴുതാം. ഇൻറ്റു റൂട്ട് 3/1/3 എന്തെന്ന് എഴുതാം? 10/3. അപ്പോൾ നമുക്ക് റൂട്ട് മൊത്തം ഗുണിച്ചിടുക അല്ലേ? അല്ലെങ്കിൽ ഒരു പണി, ഒരു സ്റ്റെപ്പ് കൂടി എഴുതാം. 15/2 ഇൻറ്റു 10/3 അങ്ങനെ എഴുതാം. ഒരു സ്റ്റെപ്പ് കൂടി കിടന്നോട്ടെ. അപ്പോൾ റൂട്ട് 15/2 ഇൻറ്റു 10/3 എഴുതി. സീക്വൽ ടു റൂട്ട് 15 × 10 150 ബൈ 2 × 3 6. അപ്പോൾ നമുക്കിത് റൂട്ട് 150/6 കിട്ടി. 150/6 എത്രയാണ്? 150/6 150/6 അല്ലേ? 15 എത്ര പ്രാവശ്യം പോകും? 2 പ്രാവശ്യം. 2 × 6 12 അല്ലേ? 12 ഉള്ളൂ. ബാക്കി ഇവിടെ എത്ര ഉണ്ടാവും? 3 ഉണ്ട്. അപ്പോൾ 3 0 30. 30 എത്ര പ്രാവശ്യം പോകും? 6 5 പ്രാവശ്യം. അപ്പോൾ 25. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? റൂട്ട് 150/6 എന്ന് പറഞ്ഞാൽ 25. റൂട്ട് 25 എത്രയാണ്? 5. 5 × 5 25. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടി 5. 5 എന്താണ്? ഒരു നാച്ചുറൽ നമ്പർ. അപ്പം മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനെ ഈ രൂപം ഒന്ന് മാറ്റി എഴുതി എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ. ഇനി നമുക്കതിൽ ആറാമത്തെ ഒരു ജോഡിയും കൂടി ഉണ്ട് അല്ലേ? റൂട്ട് 2/5 പിന്നെയോ റൂട്ട് 1/10. അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഗുണിക്കാം. റൂട്ട് 2/5 ഇൻറ്റു റൂട്ട് 1/10. അതായത് റൂട്ട് 2/5 ഇൻറ്റു 1/10. അപ്പോൾ മുകളിലുള്ള ഗുണിക്കുക, അടിയിലുള്ള ഗുണിക്കുക. 2 × 1 2 ബൈ 5 × 10 50. അപ്പം നമുക്കിവിടെ കിട്ടിയ റൂട്ട് 2/50 അല്ലേ?
അപ്പോൾ പണി പാളി അല്ലേ. അതേസമയം 50/2 ആണെങ്കിൽ 50/2 നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 25 എന്ന് എഴുതാം അല്ലേ. ഇവിടെ പണി പാളി 2/50 ആണ്. അപ്പം എന്ത് ചെയ്യും? ഒന്നും ചെയ്യണ്ട, നമുക്ക് എന്ത് ചെയ്യാം? 2 കൊണ്ട് നോക്കിയേ, അടിയിലെ മുകളിലെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 50നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ. 2നെയും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ, പറ്റും അല്ലേ. അപ്പം അങ്ങനെ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയേ, സീക്വൽ ടു റൂട്ട്. ഇപ്പം 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 1. 50നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ്? 25 അല്ലേ. അപ്പോൾ നമുക്കിവിടെ എന്ത് വരും? 1/√1/25. ഇനി ഓരോന്നിൻ്റെ റൂട്ട് കണ്ടോ? റൂട്ട് അല്ല, മുകളിലുള്ള അംശത്തിൻ്റെ റൂട്ട് എത്രയാണ്? 1ൻ്റെ റൂട്ട് എത്രയാണ്? 1ൻ്റെ റൂട്ട് 1 തന്നെ, 1 ബൈ ഡിനോമിനേറ്റർ ഛേദത്തിൻ്റെ 25ൻ്റെ റൂട്ട് എത്രയാണ്? 5 × 5 25 അല്ലേ, 5. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? റൂട്ട് 1/25 എന്ന് വെച്ചാൽ 1/5. 1/5 എന്താണ്? നാച്ചുറൽ നമ്പർ അല്ല, പിന്നെ എന്താണത്? ഒരു ഫ്രാക്ഷനാണ് അല്ലേ, ഭിന്നസംഖ്യയാണ്. അപ്പോൾ അത് ഫ്രാക്ഷൻ. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് അപ്പോൾ നിങ്ങൾ കമൻസിൽ ഇട്ടാൽ മതി. അപ്പോൾ ഒന്ന് വിശദമാക്കിയിട്ട് തരാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ